അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1354. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ മസ്റൂഖ് റളിയല്ലാഹു അൻഹു ഖാൽ, മസ്റൂഖ് റളിയല്ലാഹു അൻഹു നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖാലത്ത് ആയിഷത്തു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ അടുത്തേക്ക് കടന്നു വന്നു. എന്റെ അടുക്കൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ അടുത്തേക്ക് കടന്നു വന്നു. ആ സമയത്ത് എന്റെ അടുക്കൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫസ്തദ്ദ ദാലിക അലൈഹി, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രയാസായി. ഒരു ആള് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഇരിക്കുന്ന കണ്ടപ്പോൾ വലിയ പ്രയാസായി. മുത്തുനബിയുടെ മുഖത്ത് വല്ലാത്ത ദേഷ്യം ഞാൻ കണ്ടു, മനസ്സിന് വല്ലാത്തൊരു ദേഷ്യം പ്രകടമായത് ഞാൻ കണ്ടു. ഖാലത്ത്, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നഹു അഖീ മിനർ റളാഅ, ഇതൊരു അന്യപുരുഷനൊന്നുമില്ല, ഇത് എന്റെ മുലകുടി ബന്ധത്തിലുള്ള എന്റെ സഹോദരനാണ് എന്ന് ഞാൻ പറഞ്ഞു. ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഖാല, അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉൻദുർന ഇഖ്വതകുന്ന മിനർ റളാഅ, നിങ്ങളുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരെ നിങ്ങൾ ശരിക്കും നോക്കണം, ഇത് ഉറപ്പുവരുത്തണം. യഥാർത്ഥത്തിൽ മുലകുടി ബന്ധത്തിൽപ്പെട്ടവനാണോ ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തണം. ഫഇന്നമ റളാഅതു മിനൽ മജാഅ, ക്ഷമയും റളാഅത്ത് അത് വിശക്കുന്ന സമയത്ത് വിശപ്പ് കാരണമായി മുലപ്പാല് ലഭിക്കലോടുകൂടെയാണ് റളാഅത്ത് മുലകുടി ബന്ധം ഉണ്ടാവുന്നത്. അഥവാ മുലകുടി ബന്ധം സ്ഥിരപ്പെടണമെങ്കിൽ പാല് മാത്രം കുടിക്കുന്ന 2 വയസ്സിന് മുമ്പുള്ള പാല് മാത്രം കുടിക്കുന്ന കുട്ടിക്ക് 5 തവണയായി ഉമ്മ പാല്, ഒരു സഹോദരി പാല് കൊടുത്താൽ അത് മുലകുടി ബന്ധം സ്ഥിരപ്പെടും. അത് കൃത്യമായ രൂപത്തിൽ അത് ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരായി മാറും. ഇവിടെ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു, അപ്പോൾ അന്യ പുരുഷന്മാർ, അന്യ ആളുകൾ കൂടെ ഉണ്ടാകുന്നത് തീർത്തും ഹറാമാണ്, തനിച്ചാവാൻ പാടില്ല. ഈ യുഗം അതൊരു വളരെ പ്രശ്നമില്ലാത്തൊരു യുഗമാണ്. ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ കൂടെ അല്ലെങ്കിൽ അനുജന്റെ കൂടെയൊക്കെ ബൈക്കിലൂടെ സ്വന്തമായി യാത്ര ചെയ്യുക, അതല്ലെങ്കിൽ എളാപ്പാടെ മകൻ, എളാപ്പാടെ മോള്, മൂത്തമ്മയുടെ മോള്, അമ്മായിന്റെ മോള്, ഇങ്ങനെയൊക്കെ പരസ്പരം ബൈക്കിലിരുന്ന് യാത്ര ചെയ്യുന്നത് പ്രശ്നമേ അല്ല. അതൊക്കെ ഹറാമാണ്. അവരൊക്കെ അന്യരാണ്, അവരുടെ കൂടെ തനിച്ച് യാത്ര ചെയ്യാൻ പാടില്ല എന്നൊക്കെ അറിഞ്ഞിട്ടും അതൊരു വിഷയമല്ല, ഒരു ഹറാമല്ലായി കാണാത്തൊരു കാലഘട്ടമാണ്. അവരുടെ ശ്രദ്ധയോടെ മുത്തനബിത്തങ്ങളുടെ മുഖത്ത് ആ ദേഷ്യം പ്രകടമായത് ഒരു അന്യപുരുഷൻ അടുത്ത് കണ്ടപ്പോഴാണ്. യഥാർത്ഥത്തിൽ അത് റളാഇനുള്ള സഹോദരനാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഒരിക്കലും ഒരു അന്യന്റെ കൂടെ തനിച്ച് യാത്ര ചെയ്യാൻ പാടില്ല, അന്യന്റെ കൂടെ തനിച്ചൊരു റൂമിലാകാൻ പാടില്ല. ഇതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കുകയും ഹറാമുകൾ നിസാരവൽക്കരിക്കുക എന്നുള്ളത് അത് വലിയ ഗൗരവമുള്ള തെറ്റാണ്, കുറ്റകരമാണ്. ഇതൊക്കെ പല ഫിത്നക്കും ഇത് കാരണമാകുമെന്നാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഉൾക്കൊള്ളാനും അല്ലാഹു തആല കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കാൻ, തെറ്റുകളിൽ നിന്നും ഹറാമുകളിൽ നിന്നൊക്കെ ഒഴിവായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.